യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷനായി OJ ജനീഷ്. പ്രഖ്യാപനം വന്നപ്പോൾ പല മാധ്യമ പ്രവർത്തകർക്ക് പോലും ആളെ അറിയുമായിരുന്നില്ല. എല്ലാവർക്കും അബിൻ വർക്കിയുടെ പേരാണ് പ്രതീക്ഷ. അബിന്റെ വേദനയെക്കുറിച്ച് ഇന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നതും നമ്മൾ കേട്ടു. എന്താണ് അബിന്റെ അയോഗ്യത, അല്ലെങ്കിൽ എന്താണ് ജനീഷിന്റെ അധിക യോഗ്യത എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം എന്തുകൊണ്ടാണ് നമ്മൾ അബിൻ വർക്കി, അതായത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, ഈ കോൺഗ്രസ് പ്രവർത്തകർ പോലും പ്രതീക്ഷിച്ചിരുന്നത് അബിൻ വർക്കി ആകും എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അബിൻ വർക്കി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അബിൻ 2ാം സ്ഥലത്താണ് ഫിനിഷ് ചെയ്തിരുന്നത്. അന്ന് അബിൻ നേടിയത് 1,75,000 വോട്ടുകളാണ്. ഈ കാണുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് 2 ലക്ഷത്തിലധികം വോട്ടുകളും 2ാം സ്ഥലത്തെത്തിയ അബിൻ വർക്കി നേടിയത് 1,70,000 വോട്ടുകളുമാണ്. ഇപ്പോൾ അധ്യക്ഷനായിരിക്കുന്ന ജനീഷ് നേടിയത് എത്ര വോട്ടുകളാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് വെറും 19,000 വോട്ടുകളാണ് ജനീഷ് നേടിയത്. നമുക്കിനി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. അതായത് യൂത്ത് കോൺഗ്രസിൽ ചില പരിഷ്കാരങ്ങളൊക്കെ നടത്തിയിരുന്നു. പണ്ട് നാമനിർദ്ദേശത്തിലൂടെയായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ഉള്ള പാത. അത് മാറ്റി മെറിറ്റായി രാഹുൽ ഗാന്ധി ഇടപെട്ടാണ് എഴുത്തു പരീക്ഷയും അഭിമുഖം വരെ കാര്യങ്ങൾ എത്തിച്ചത്. 2009 ആദ്യത്തെ അഭിമുഖ പരീക്ഷയിൽ നടക്കുന്നത്. അതിൽ പാസ്സായി അധ്യക്ഷനായത് M. ലിജു ആയിരുന്നു. അഭിമുഖവും പരീക്ഷയും ഒക്കെ പലതരത്തിലുള്ള എതിർപ്പുകൾ നേരിട്ടു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. 2014 മുതൽ തെരഞ്ഞെടുപ്പിലൂടെ ആദ്യം അധ്യക്ഷനാകുന്നത് PC വിഷ്ണുനാഥാണ്. പിന്നീട് അങ്ങോട്ട് തെരഞ്ഞെടുപ്പുകൾ തുറന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ. ഓഗസ്റ്റ് 21 രാഹുൽ രാജിവെക്കുന്നത് ലൈംഗികാരോപണത്തെ തുടർന്ന്. സ്വാഭാവിക നീതി, അത് അബിൻ വർക്കിയുടെ പേരാണ്. അതുണ്ടായില്ല. ഇനി അതല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും തെരഞ്ഞെടുപ്പാണ്. അതും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പിൽ പോയ പണത്തെക്കുറിച്ച് അബിൻ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ബൂത്ത് തലത്തിലും കഷ്ടപ്പെട്ട് ഒട്ടേറെ സഹപ്രവർത്തകർ വോട്ട് ചെയ്ത് പണം മുടക്കി. 50 രൂപയാണ് ഒരു മെമ്പർഷിപ്പിൻ്റെ വില. അപ്പോൾ 1,70,000 മെമ്പർഷിപ്പിൽ തന്നെ ഏതാണ്ട് 80 ലക്ഷം രൂപയോളമായി. അപ്പോൾ അത്രയും പണം മുടക്കി എന്നെ സഹായിച്ച ഒട്ടേറെ സഹപ്രവർത്തകരുണ്ട്. അവരാണ് എന്നെ തെരഞ്ഞെടുത്തത്. 2 ദിവസം മുൻപ് വരെ അബിനാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് മാറിയത്? അല്ല, അവരോട് ചോദിക്കണം. അവർ യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. അത് എന്നോടാണ്. അല്ല, അവരോട് ചോദിക്കണം. അവർ യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിക്കണം. അത് എന്നോടാണ്. ഇവിടെയാണ് അബിന്റെ അയോഗ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. അബിൻ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം, അതോ ചെന്നിത്തല പക്ഷത്ത് നിന്നതോ? ഇപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മതേതരത്വം പേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം? അബിനെ നീക്കിയത് തനിക്കുള്ള സന്ദേശമെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചറിയുന്നുണ്ട്. രാഹുൽ ഗാന്ധി നടപ്പാക്കിയ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും അട്ടിമറിച്ച് ജനീഷിനെ അധ്യക്ഷനാക്കിയത് ആരാണ്? ചാണ്ടി ഉമ്മന് മനസ്സിലായ അബിന്റെ വേദന എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റ് നേതാക്കൾക്ക് മനസ്സിലാകാതെ പോകുന്നത്? അബിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയ തലത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അബിനത് ഒരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കണ്ടേക്കാം. മിഷൻ CM തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ ഈ വെട്ടിനിരത്തൽ? രമേശ് ചെന്നിത്തലയുടെ പേര് പൂർണ്ണമായും വെട്ടിക്കഴിഞ്ഞോ? അബിൻ ഡൽഹിയിൽ പോകുമോ, അതോ കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ അനുമതി കിട്ടുമോ? KC കേരളത്തിൽ സജീവമാകാൻ പോകുന്നതിന്റെ സൂചനയാണോ ഈ കാണുന്നത്?